തോന്നുന്നു അബ്ദുൾ റഹീമിലൂടെ പോയി വരാം. ഇതൊരു 4 കിലോമീറ്റർ ചുറ്റിയാണല്ലോ ഈ ഘോഷയാത്ര ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ അബ്ദുൾ റഹീം മറ്റെവിടെയോ ഉണ്ട്. ചില വിശേഷങ്ങളൊക്കെ റഹീമിന് പങ്കുവെക്കാൻ. റഹീമെ, കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണാനായിട്ടുണ്ടോ ഇത്തവണ? ഉണ്ടെങ്കിൽ പറയൂ. ശ്യാമലി, കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി പ്ലോട്ടുകൾ, പ്രത്യേകിച്ചും നേരത്തെ നമ്മൾ യന്ത്രമനുഷ്യരെ കണ്ടിരുന്നു, ചില പപ്പാനി പോലെയുള്ള സാധനങ്ങളൊക്കെ വന്നിരുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങൾ, കലാകാരന്മാർ ഓരോരുത്തരായി ഈ ഘോഷയാത്രയിൽ അണിനിരത്തുന്നു എന്നുള്ളതാണ്. തെയ്യവും പൂരവും അതോടൊപ്പം തന്നെ വിവിധ കലാരൂപങ്ങൾ, കാവടിയും കൃഷ്ണനും രാധയും ശിവനും പാർവതിയും ഒക്കെ അങ്ങനെ കലാരൂപങ്ങളായി ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ്, മന്ദം മന്ദം കടന്നു പോവുകയാണ്. അല്പസമയം മുമ്പ് ആരംഭിച്ച ആ ഒരു ഘോഷയാത്രയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. റോഡിന് ഇരുവശവും നിരവധി ആളുകൾ ആ ഒരു ഘോഷയാത്ര കാണാനായി തടിച്ച് കൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂടി ഇപ്പോൾ കാവടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നിലായി ചെണ്ടമേളം വരുന്നുണ്ട്. മറ്റ് അനവധി കലാരൂപങ്ങളൊക്കെയും ഈ ഒരു ഘോഷയാത്രയിൽ കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിരവധി ആളുകൾ, കുട്ടികളും വലിയവരും അടക്കം നിരവധി ആളുകളാണ് ഈ ഒരു ഘോഷയാത്ര കാണാനായി റോഡിൽ ഇരുവശവും തടിച്ച് കൂടി നിൽക്കുന്നത്. നമുക്ക് എന്തായാലും അവരുടെ വിശേഷങ്ങളിലൊക്കെ പോകാമെന്ന് തോന്നുന്നു. ചേച്ചി, എപ്പോ വന്നതാ? 10 മണിയപ്പോ വന്നതാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഘോഷയാത്ര കണ്ടിട്ട്? കുഴപ്പമില്ല, മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മഴയില്ലാത്തതിന്റെ ആശ്വാസം ഉണ്ടല്ലേ? ഒരു ആശ്വാസമുണ്ട്. രാവിലെയൊക്കെ മഴ പെയ്തപ്പോ ഒരു ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നോ? ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. പക്ഷെ ഇപ്പൊ നല്ല വെയിലായി. ഞങ്ങൾക്ക് സന്തോഷം. വരാറുള്ളതാണോ? എല്ലാ വർഷവും ഇവിടെ അടുത്ത വീട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഘോഷയാത്ര? നല്ല പരിപാടി. അല്ല, എങ്ങനെയല്ലോ എല്ലാ വർഷമൊക്കെ വരാറുണ്ടോ? എല്ലാ വർഷവും. എവിടെന്നാ വരുന്നത്? ഞാൻ തൃപ്പൂണിത്തുറ തന്നെ, കണ്ണംകുളങ്ങര. കണ്ണംകുളങ്ങര വരുന്നല്ലേ? എങ്ങനെയുണ്ട് ഇത്തവണത്തെ കണ്ടിട്ട്? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ്? കുഴപ്പമില്ല, നല്ലതായിട്ട്. ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് നിരവധി ആളുകളുണ്ട്. ചേട്ടാ, എവിടെന്നാ വരുന്നത്? നടക്കാവ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഘോഷയാത്ര കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത്തവണത്തെ ഘോഷയാത്ര എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതായിരുന്നു. എപ്പം മുതൽ നിൽക്കുന്ന ഇവിടെ? ഞാനാ 10 മണി മുതൽ നിൽക്കുന്നതാണ്. എല്ലാ വർഷം വരാറുണ്ടോ കാണാൻ? എല്ലാ കൊല്ലവും വന്നതാണ്. കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്ന നിരവധി ആളുകൾ ഒക്കെ ഇവിടെയുണ്ട്. ഏതായാലും എല്ലാവരും തന്നെ രാവിലെ മുതൽ ഈ ഘോഷയാത്ര കാണാനായി കാത്തിരിക്കുകയായിരുന്നു. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണമാണ് കടന്നു വരുന്നത്. ഇന്നു മുതൽ ഇനി അങ്ങോട്ട് ഏതാണ്ട് 10 നാൾ അല്ലെങ്കിൽ 11 നാൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിന് അതിന്റെ പ്രൗഢി ഒട്ടും കുറയ്ക്കാതെ തന്നെ അത്തം ഘോഷയാത്ര അതോടുകൂടി തന്നെ തുടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. തൃപ്പൂണിത്തുറ നമുക്കറിയാം രാജനഗരിയാണ്. ആ രാജനഗരിയുടെ വീതികളെ ഉൾപ്പുളകം പൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ഘോഷയാത്ര കടന്നു പോകുന്നത് എന്നുള്ളതാണ്. കാവടി അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാവടി അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നു. നിരവധി ആളുകൾ ഒക്കെ ഈ പറയുന്ന പോലെ നിരവധി കലാകാരന്മാർ തങ്ങളുടെ ആ ഒരു കലാരൂപങ്ങളുമായി ഇവിടെ ചുവടുവയ്ക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു കോലത്തിൽ വരുന്ന നിരവധി കുട്ടികളടക്കമുള്ള ആളുകൾ ഈ ഒരു ഘോഷയാത്ര കാണാൻ, ഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളെ കാത്തു നിൽക്കുന്നവരെ കാണാൻ അവർ കടന്ന് പൊക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓരോ കലാരൂപങ്ങളായി ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോഴും പുറത്തേക്ക് പൂർണ്ണമായും ഇറങ്ങി തീർന്നിട്ടില്ല. ഏതാണ്ട് 60-ന് മുകളിൽ കലാരൂപങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കലാരൂപങ്ങളായി ഇപ്പോഴും ആ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ചെണ്ട മേളം പോകുന്നത്, അതോടൊപ്പം തന്നെ തൊട്ടുപുറകിൽ മറ്റൊരു കലാരൂപം അണിനിരന്ന് വരുന്നുണ്ട്. അതിന് തൊട്ട് മുന്നിൽ മറ്റ് ഈ താമരയും അതോടൊപ്പം തന്നെ മയിലും ഒക്കെ കടന്നു വരുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു. ഏതായാലും ഈ ഓണാഘോഷത്തിൽ വളരെ വളരെ വലിയ രീതിയിൽ തന്നെ വൈബാക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഘോഷയാത്രയെ പറയാൻ. അവരെ കാണാനും ആ കാഴ്ചകൾ കണ്ടിരിക്കാനും നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്ന കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയും. ഷാമിലി.